നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഈ ക്രീപ്പിംഗ് ഫിഗിൻ്റെ മുളപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ ബൊഗൈൻവില്ലയുടെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബൊഗൈൻവില്ല ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടംപോലെ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്. എന്നാലും ഞാനും എൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ ഇടുകയാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ബൊഗൈൻവില്ല മുളപ്പിച്ചെടുക്കുന്നത് എന്നുള്ള വീഡിയോ. അപ്പോൾ അതിനുള്ള സാധനം വരട്ടെ. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സാധാരണ വെള്ളം വരുന്ന പെപ്സി കൊക്കക്കോള വരുന്ന കുപ്പി കട്ട് ചെയ്തെടുത്ത് അതിൽ അടിയിൽ 2 ഹോളിട്ടതിന് ശേഷം മണ്ണ് നിറച്ചെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ആണ് ഒരു കുപ്പിയിൽ 2 പീസ്. പിന്നെ വെള്ളം ഇന്ന് ഞാൻ എടുത്ത ബൊഗൈൻവില്ലയുടെ 2 കട്ടിങ്സാണ്. പിന്നെ കറ്റാർ വാഴ. വളരെ സിമ്പിളാണ്. നമ്മളാദ്യം ഈ കുപ്പിയുടെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഈ ബൊഗൈൻവില്ലയുടെ കമ്പിനെ കറ്റാർ വാഴയിൽ നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, ചിരട്ടക്കരിയായാലും മതി. എന്നിട്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് പൂ വച്ചാലും പൂ വേണ്ട, ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനെയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെയും ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ആ പൂവിനെ ഒന്ന് കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പൂ കട്ട് ചെയ്ത് നീക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ സിമ്പിളാണ്. ഒരു കുപ്പിയുടെ 2 പീസ്, ഒരു കറ്റാർ വാഴ, നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന ബൊഗൈൻവില്ല, വെള്ളം, ഇത്രയും മതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വളരെ ഈസിയാണ്. ഈ കുപ്പിയെടുത്ത് ഇതിനകത്ത് കയറ്റി ഇതുപോലെ കുപ്പി ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഇറക്കി നമ്മൾ കുപ്പിയെ ഇറക്കി ഇതുപോലെ ഒന്ന് ഒട്ടിക്കുകയോ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു കവർ വെച്ച് ജസ്റ്റ് ആ എയർ പോകാത്ത രീതിയിലൊന്ന് കെട്ടി വെച്ചിട്ട് ഷെയ്ഡിൽ ഒരു 20 ദിവസം വച്ചേക്കണം. ഇത് ഇല വന്നാലും വീണ്ടും ഒരു 10-20 ദിവസം എടുക്കും ഇതിൽ നന്നായിട്ട് വേര് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം 40 ദിവസം എടുക്കും ഇതിൽ വേര് നന്നായിട്ട് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂടി ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് അപ്പോൾ സാധാരണ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ, ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം ഈക്വൽ ആവും. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഇളക്കി വേറെ ഏതെങ്കിലും ചട്ടി റീപോർട്ട് ചെയ്യാം. വേറെയും 2-3 മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം 25 ദിവസം ആയ ഒരു ബൊഗൈൻവില്ലയാണ്. നമ്മളിപ്പോൾ കട്ടിങ്സ് എടുത്ത് നട്ടതാണ്. ഇപ്പോൾ വലിയ തടിയാണത്. അപ്പോൾ അത് നമ്മളിതേപോലെ ഒരു ചട്ടിയിൽ നട്ട് അത് നമ്മൾ കവറിൻ്റെ അകത്താക്കി കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം മുള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേയധികം കട്ടിങ്സ് ഉണ്ടെങ്കിൽ അതും മുളപ്പിക്കുന്ന രീതിയുണ്ട്. കുറേയധികം കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മുളപ്പിക്കുന്ന മെത്തേഡാണിത്. ഇത് അതിന് വേണ്ട നിങ്ങൾക്കൊരു, ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 10 ഇഞ്ചിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ്. ആ പോട്ടിൽ ഇതേപോലെ നട്ടിട്ട് ഇതിപ്പം നിറച്ച് ഇതിനകത്ത് നട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു കവർ വച്ച് മൂടി കെട്ടി വച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കെട്ടഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 35-40 ദിവസം ആയതാണ്. ഉണ്ട്. ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഇല വന്നിട്ടുണ്ട്. ഒരു ചട്ടിക്കകത്ത് നിൽക്കുന്നതാണ്. ഈ ചട്ടിക്കകത്ത് നമ്മൾ വച്ച് മൂടി വച്ചിരുന്നതാണ്. ഇതിപ്പോഴ് ഇളക്കിയാണ്. അപ്പോൾ അത് ഇളക്കി കളയും മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ കപ്പിൽ മൂടി ഇളക്കണ കാര്യം പറഞ്ഞു. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈ പ്ലാസ്റ്റിക് കവറിൽ ചെറിയ ദോരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ
നോർമൽ ടെമ്പറേച്ചർ ഇതിനകത്തുള്ള ടെമ്പറേച്ചറും ഈക്വൽ ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. വർക്കിച്ച എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.